ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിവി വെച്ചിട്ടൊരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ കിവി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് കിവി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ കിവി എങ്ങനെ ഉണ്ടാവുക എന്താണെന്നൊക്കെ. അപ്പോൾ അത് ഇങ്ങനെ എടുക്കുക. അത് കുറച്ച് ഞങ്ങളുടെ പോലത്തെ വേണ്ടിട്ട് എടുക്കാൻ. അപ്പോൾ അതിങ്ങനെ രണ്ട് അറ്റും ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടത്. അപ്പോൾ ഇതാ മെല്ലെ ഇങ്ങനെ കുറച്ച് വലുതൊക്കെയാണ് ഇതിൽ, ചെറുതാണ്. വലുതാണെങ്കിൽ നമുക്കത് പീലർ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്ത് പെട്ടെന്ന് എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കത്തി വെച്ചിട്ടാണ് എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റ് അല്ലേ, അപ്പോൾ അത് നല്ല മെല്ലെ ഇതാക്കി തന്നെ അത് ഇങ്ങനെ പോരും കേട്ടോ. അതിൻ്റെ തൊലി ഇങ്ങനെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല എന്താ പറയുക, ഒരുപാട് അത്ഭുത ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ പറയണത്. അതായത് ഒരുപാട് അസുഖങ്ങൾ, ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും അതുപോലെ ഗർഭിണികളായിരിക്കുന്നവർക്കൊക്കെ ഇത് ഒരുപാട് ഗുണമുള്ളൊരു ഫ്രൂട്ടാട്ടോ. അത് കഴിക്കണത് ജ്യൂസ് അടിച്ചിട്ടല്ല, ജസ്റ്റ് വെറുതെ കഴിക്കണത്. ഇത് ഒരു പുളി ആയിരിക്കും ഇതിൻ്റെ വിറ്റാമിൻ സി ആണ് അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അതായത് ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ അപ്പോൾ ഇത് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യണത്. അതെങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യണം. കാരണം മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതല്ല. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് അരയുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കുന്നത് അട്ട ഹെൽത്തിനായിട്ട് നല്ലത്. മിൽക്ക് ഷേക്ക് നമ്മൾ പിന്നെ കുടിക്കുന്നത് മാത്രം, പക്ഷേ എല്ലാ ഗുണങ്ങളും കിട്ടാൻ ഇങ്ങനെ വെറുതെ കഴിക്കണം. ഈ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ഷുഗറൊക്കെ ഇട്ട് കൊടുക്കാം, മേലെ വെതറി ഇങ്ങനെ കൊടുക്കുക. ഇപ്പം ഞാൻ അത് ശേഷം ഒരു 4 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പാലാണ് ആഡ് ചെയ്ത്, വെള്ളം ആഡ് ചെയ്യാതെ അടിച്ച് എടുക്കുന്നത് കേട്ടോ. വെള്ളം ആഡ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് ഷുഗർ അതിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത്ര പാല് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, എനിക്ക് ഇത്ര ജ്യൂസ് മതി. ഇനി വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ അതെല്ലാം പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എനിക്ക് ഷുഗറിന് പകരം ഹണി വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ഞാൻ മിൽക്ക് ഷേക്ക് ആയിട്ടാണ് അടച്ചിരിക്കുന്നത്. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ഡയറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ഡയറ്റിനൊക്കെ പറ്റിയതട്ടെ, തടി കുറയാനും. ഇത് പിന്നെ അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വിശപ്പ് അധികം ഉണ്ടാവില്ല എന്നാണ് പറയുക, കാരണം ഈ ഫ്രൂട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ അത് ഡയറ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഫ്രൂട്ടാണ്. കാരണം അധികം മധുരത്തിൽ വരുന്ന ഒരു ഫ്രൂട്ടല്ല, ചില പുളിയൊരു രസം ഉണ്ടാവുക. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് കുറച്ച് ഷുഗർ ഇങ്ങനെ വെതറിയിട്ട് അവർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അവർ കഴിക്കാൻ വേണ്ടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ മിൽക്ക് ഷേക്ക് ആക്കി കൊടുക്കുക. ഇതിൽ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഹെൽത്തിന്. അപ്പം എല്ലാവരും ഇത് കട്ട് ചെയ്തിട്ട് വെറുതെ കഴിക്കാൻ ശ്രമിക്കുക, ഷുഗറൊന്നും ആഡ് ചെയ്യാതെ. അതാണ് ഏറ്റവും നല്ലത്. ഇടയ്ക്ക് ഇതുപോലൊക്കെ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.